മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നായകന്മാരെ മനസ്സിലാലോചിച്ച് എഴുതിയ ഒരു കഥ പിന്നീട് കുറച്ച് പുതുമുഖങ്ങളെ വെച്ച് അഭിനയിപ്പിച്ച് അതിലൊരു പുതുമുഖം പിന്നീട് മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയൊക്കെ ചെയ്ത ഒരു കഥയുണ്ട്, ഒരു സിനിമയുണ്ട്. അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 90കളുടെ തുടക്കം മമ്മൂട്ടി, മോഹൻലാൽ എന്ന സൂപ്പർ താരങ്ങൾക്ക് ശേഷം കുറച്ച് നായകന്മാരെ വെച്ച് കൂട്ടക്കളികളിൽ കുറെ സിനിമകൾ സംഭവിച്ചു. ഇനി ഹരിഹർ നഗറുകൾ പോലുള്ള സിനിമയ്ക്ക് ശേഷം മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, സായ്കുമാർ, ബൈജു, സൈനുദ്ദീൻ, അങ്ങനെ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി കുറെ ചെറുകിട സിനിമകൾ, രണ്ടാം നിരയിലുള്ള കുറെ സിനിമകൾ സംഭവിച്ചു. ആ ഒരു സമയത്ത് പ്രിയപ്പെട്ട കുക്കു എന്നൊരു സിനിമ സംഭവിക്കുന്നു. ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു. അതിലൂടെ മലയാള സിനിമയിൽ ഒരു സംവിധായകൻ ഉണ്ടാവുന്നു, സുനിൽ. അതിനുശേഷം അദ്ദേഹം ബാബുവിനെ വെച്ച് ഗാന്ധാരി പോലത്തെ സിനിമകൾ സംഭവിക്കുന്നു. പിന്നീട് അദ്ദേഹം ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഒരു കഥ, ഒരു തിരക്കഥ ഒക്കെ ആലോചിച്ച് എഴുതാൻ പ്ലാൻ ചെയ്തിരുന്നത് അൻസാർ കലാഭവനും റോബിൻ തിരുമല. പിന്നീട് അവർ അറിയപ്പെടുന്ന സംവിധായകരും നടന്മാരൊക്കെ അറിയപ്പെടുന്ന തിരക്കഥകളൊക്കെ ആയി മാറി. ഇവരുടെ തുടക്കകാലമാണ് ഇതൊക്കെ. അങ്ങനെ അൻസാർ കലാഭവനും റോബിൻ തിരുമല ഒരു കഥ ആലോചിക്കുന്നു. ഖുഷ്ബുവിന്റെ ആരാധകരായി നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ. അന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് മുകേഷ്, സിദ്ദിഖ്, സൈനുദ്ദീൻ, ഇവരായിരുന്നു പ്രധാനമായിട്ടും. അങ്ങനെ ഇവരൊരു കഥയൊക്കെ പ്ലാൻ ചെയ്ത് ഇവർ ഈ കഥയായിട്ട് അന്ന് ഇവരുടെ ഗുരുതുല്യനായ മമ്മൂക്കേനെ കാണാൻ പോകുന്നു. മമ്മൂക്കയുടെ അടുത്ത് കഥ പറയും. മമ്മൂട്ടി പറയണു, മുകേഷും സിദ്ദിഖൊക്കെ ഓൾറെഡി അറിയപ്പെടുന്ന നടന്മാരായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഇവര് ഖുഷ്ബുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ. ഇതിലും നല്ലത് കുറച്ച് പുതിയ ആളുകളെ അഭിനയിപ്പിക്കുകയല്ലേ. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിയുടെ ആ സമയത്ത് സൈന്യം എന്ന സിനിമയിൽ അഭിനയിച്ച് നിൽക്കുന്ന ഒരു നടൻ ദിലീപ്. അങ്ങനെ ദിലീപിനെയും മമ്മൂട്ടി സജസ്റ്റ് ചെയ്യുന്നു. ഇവര് ഒരു ഓഡിഷൻ പോലേക്ക് വെക്കുന്നു. അതിൽ ദിലീപ് വരുന്നു, ഷിയാസ് വരുന്നു. പിന്നീടാണ് അതിൽ ഹരിശ്രേ ശോകൻ, ഇതേപോലെ തന്നെ ഇവർ വരുന്നു. ഒരുപാട് പേര് നോക്കുന്നു. അങ്ങനെ ഇവർ ദിലീപിനെ ഫിക്സ് ചെയ്യുന്നു. ഷിയാസ്, സാഗർ ഷിയാസ് എന്നറിയപ്പെടുന്ന അന്നത്തെ ദിലീപിന്റെ കൂടെ എല്ലാ ഷോസിലും എല്ലാ കോമഡി കാസറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹം വിട്ടുപോയി. ഹരിശ്രേ ശോകനെ കണ്ടപ്പോൾ തന്നെ അന്ന് ഡയറക്ടർ പറഞ്ഞു, താടിയൊക്കെ വെച്ചിട്ട് ലുക്ക്, ഇയാൾക്ക് ഒരു വില്ലൻ ലുക്കാണ്, സീരിയസ് ലുക്കാണ്, ഇയാൾ ഈ റോളിന് ആപ്റ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ഹരിശ്രേ ശോകൻ ആദ്യം തന്നെ മാറ്റി നിർത്തി. പക്ഷെ അൻസാർ കലാഭവനും റോബിൻ തിരുമലയൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ച് അൻസാർ ഹരിശ്രേ ശോകനൊക്കെ ഒരുമിച്ച് സ്റ്റേജിൽ ഒരുപാട് പെർഫോം ചെയ്തു. അവർ കലാഭവൻ ബന്ധമാണ്. അൻസാർ കലാഭവൻ പറഞ്ഞു, സുനിൽ ഡയറക്ടറെ അടുത്ത് പറഞ്ഞു, ഇല്ല, അശോകിന് നന്നായിട്ട് ഹ്യൂമർ ചെയ്യാൻ പറ്റും, നല്ല ആർട്ടിസ്റ്റാണ്, മാറ്റി നിർത്തണ്ട എന്ന് പറഞ്ഞ ശേഷം അവർ ആ ഓഡീഷന്റെ ഭാഗമായിട്ട് കുറച്ചൊരു ഇമോഷണൽ സീൻസും, അതിൽ ദിലീപിന്റെ അമ്മ ചെയ്ത ക്യാരക്ടർ, ഫിലോമിനയുടെ ക്യാരക്ടറിന് പ്രാന്താണ് എന്ന് ദിലീപ് പറയുകയും കുറച്ചൊരു ഇമോഷണൽ രംഗമുണ്ട് ഇവരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ. ആ ഒരു സിനിമ മാനത്തെ കൊട്ടാരം, അതാണ് ഞാൻ ഉദ്ദേശിച്ച സിനിമ. അങ്ങനെ മാനത്തെ കൊട്ടാരത്തിലെ ആ ഒരു രംഗം അഭിനയിച്ച് കാണിച്ചപ്പോൾ ഹരിശ്രേ ശോകൻ ആ സീൻ നന്നായിട്ട് അഭിനയിച്ച് ഇമോഷൻ കാണിച്ചപ്പോൾ ഇയാളിൽ ഉള്ളിൽ കഴിവുണ്ടെന്ന് പറഞ്ഞ ഹരിശ്രേ ശോകൻ ആ ഒരു സിനിമയിൽ ഇന്നായി. അങ്ങനെ ഷൂട്ട് തുടങ്ങുന്നു. ദിലീപും ഷിയാസും ഹരിശ്രേ ശോകനും പിന്നെ അന്ന് ഇവരെക്കാട്ടൊക്കെ താരമൂലി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കത്തിക്കേറിക്കൊണ്ടുവരുന്ന ഇന്ദ്രൻസിനെയും അതിൽ അഭിനയിപ്പിക്കുന്നു. ഇന്ദ്രൻസ് ആയിരിക്കാം, എന്തായാലും ഇന്ദ്രൻസ് ആണ് അന്ന് ഇവരെക്കാട്ടും സീനിയർ, കുറച്ച് സിനിമകളായി ഇന്ന് ഇന്ദ്രൻസ്. പക്ഷെ ഷൂട്ട് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഷിയാസിന് ഇവർക്ക് ഡയറക്ടർക്ക് അന്ന് ഒരു തൃപ്തി വരുന്നില്ല. എവിടേക്കോ ഷിയാസ് എന്ന സ്ഥിരമായി രജനീകാന്തിന്റെ ഡ്യൂപ്പായിട്ടൊക്കെ പെർഫോം ചെയ്തു. അപ്പൊ എവിടേക്കോ രജനീകാന്തിന്റെ മാനറിസമോ എന്തോ ഷിയാസിനെ പറ്റില്ല എന്ന് തോന്നി. ഷിയാസിനെ മാറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇവരോട് ദിലീപിനോടൊക്കെ ദിലീപ് പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടി പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടി ഷിയാസ് ആ സിനിമയിൽ നിന്ന് മാറേണ്ടി വന്നു. അങ്ങനെ ആ റോളിലേക്കാണ് നാദൃശ വരുന്നത്. നാദൃശ വന്നു. ആ ഒരു സിനിമ 94 ക്രിസ്മസിന് റിലീസാവുന്നു, സൂപ്പർ ഹിറ്റ് ആവുന്നു. അങ്ങനെ അതോടുകൂടി ദിലീപിന് ഒരു വലിയൊരു എൻട്രി. അതിനു മുമ്പ് പല സിനിമകൾ അഭിനയിച്ചെങ്കിലും മാനത്തെ കൊട്ടാരം ദിലീപിന് വലിയൊരു ബ്രേക്കായി. ഹരിശ്രേ ശോകനും ആ ഒരു സിനിമ വലിയ ബ്രേക്കായി മാറി എന്നുള്ളതാണ്. അപ്പൊ അന്ന് മമ്മൂട്ടിയുടെ ഒരു വാക്കാണ്, മുകേഷും സിദ്ദിഖും പക്ഷെ നല്ലത്, അതിനെക്കാട്ടും നല്ലത് പുതുമുഖങ്ങളല്ലേ എന്നുള്ള മമ്മൂട്ടിയുടെ ആ ഒരു വാക്കിന് പുറത്താണ് ഇവര് വന്നത്. ബാക്കിയെല്ലാം നമുക്കറിയാം, ചരിത്രമായി ആ സിനിമ മാറി. ദിലീപ് എന്ന നടനും അതിനുശേഷം എവിടെയോ എത്തി എന്നുള്ളത് നമ്മൾ സാക്ഷിയാണ്.